മരിയൻ അഗ്നിസ്നാന ധ്യാനമാണെന്ന് പറഞ്ഞു. ഞാൻ മറന്നുപോയപ്പോഴേ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ എൻ്റെ ഡയറിയെക്കുറിച്ചിട്ട് മരിയൻ അഗ്നിസ്നാന ധ്യാനം എന്തിനാണ്? നിത്യ ഉടമ്പടിക്ക് അഗ്നിസ്നാന ധ്യാനമെന്ന്. അതായത് നിത്യ ഉടമ്പടി, അതായത് ചില ആൾക്കാർക്ക് നിത്യമായിട്ട് ഉടമ്പടി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ തന്നെ എന്തുമാത്രം ആൾക്കാർ പറയും, ഞങ്ങൾ കുടുംബവും ഇനി നിത്യമായിട്ട് ഉടമ്പടി തന്നെ ജീവിക്കും, ഞങ്ങളുടെ ജീവിതം ഇനി ഉടമ്പടി ജീവിതമാണ്, മരണം വരെ ഞങ്ങൾ ഉടമ്പടി ജീവിക്കുക എന്നൊക്കെ പറയുന്നില്ലേ. അപ്പം നിത്യ ഉടമ്പടിക്ക് മരിയൻ അഗ്നിസ്നാനം, ഇപ്പോൾ പുതിയ നമുക്ക് കെട്ടിടങ്ങളൊക്കെ രൂപപ്പെട്ട് വരുന്നു, അപ്പോൾ നമുക്ക് താമസിച്ചുള്ള ധ്യാനം ഉണ്ടാകും. അതെന്താണ്? മരിയൻ അഗ്നിസ്നാന ധ്യാനമാണ്. എന്തിനാണ്? നിത്യ ഉടമ്പടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. അതായത് എപ്പോഴും നമ്മൾക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിന് നിങ്ങളൊരു ഒരു മെസ്സേജ് കൊടുക്കണം. എന്താ വെച്ചാൽ, കർത്താവേ, എനിക്ക് ഉടമ്പടി ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പിന്നെ അതേസമയം തന്നെ ഒത്തിരിയേറെ പലതരത്തിലുള്ള അലട്ടലുകളുണ്ട്. അതുകൊണ്ട് എന്നെ കർത്താവ് പറഞ്ഞ പോലെ ഇതുപോലുള്ള പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്താതെ എൻ്റെ ജീവിക്കാനുള്ള മാർഗം എനിക്ക് തന്ന് എൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട്, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നത് നമ്മൾ ജീവിക്കണ്ടേ, അന്തസ്സോടെ ജീവിക്കണം. നമ്മൾ മനുഷ്യരല്ലേ. അപ്പം നമ്മൾ മൃഗങ്ങളൊന്നും അല്ലല്ലോ. നല്ല വീട് വെച്ച് കുഞ്ഞുങ്ങളൊക്കെ നല്ല നിലവാരത്തിൽ പഠിപ്പിച്ചു, നല്ല ഭക്ഷണം കഴിച്ചു, മിടുക്കനുമായി നമ്മൾ ജീവിക്കും. അതാണ് ഈശോ പറഞ്ഞതാണ്, ഈശോ പറയാത്തതല്ല. ഈശോ പറഞ്ഞ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അപ്പോൾ അതെല്ലാം വേണം നമുക്ക്. നല്ല വീട് വേണം, നല്ല ആരോഗ്യം വേണം, നല്ല സൗന്ദര്യം വേണം, നല്ല ആത്മവിശ്വാസം വേണം. നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണ് നമ്മൾ. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ഉടമ്പടി ജീവിക്കാൻ പറയും. ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. കൈയടിച്ചോണ്ട് തുറന്നു നീ